CPM നേതാക്കൾക്കെതിരായ പീഡന പരാതി പാർട്ടി സ്വയം തീവ്രത അളന്ന് ഒതുക്കുന്നുവെന്ന് ആരോപിക്കുന്ന കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രചരിച്ചിരുന്ന ആരോപണങ്ങൾക്ക് മുഖം കൊടുത്തിരുന്നില്ല. മുഖമില്ലാത്ത ആരോപണങ്ങളെ അവഗണിച്ചിരുന്ന കോൺഗ്രസിന് പക്ഷേ യുവനടി റിനിയുടെ തുറന്നു പറച്ചിലോടെ മുഖം തിരിക്കാൻ കഴിയാതായി. എന്റെ യുദ്ധം എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ളതല്ല, തെറ്റായ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളോടുള്ളതാണ്. റിനിയുടെ തുറന്നു പറച്ചിൽ നൽകിയ ആത്മവിശ്വാസത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അശ്ലീല പരാമർശത്തിനും മോശം പെരുമാറ്റത്തിനും ഇരയായ കൂടുതൽ സ്ത്രീകൾ രംഗത്തെത്തി. അപ്പോഴും KPCC നേതൃത്വത്തിന് മൗനമായിരുന്നു. പക്ഷെ അധികം പിടിച്ചു നിൽക്കാനായില്ല. കോൺഗ്രസ് നേതൃത്വം വായ തുറക്കാൻ നിർബന്ധിതമായി. രാഹുലിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സ്നേഹ ആർവിയും ജിൻഡോ ജോണും തുറന്നടിച്ചു. കോൺഗ്രസ് പാർട്ടിയുടെ ഓരോ നേതാക്കന്മാരും ഓഡിറ്റ് ചെയ്യപ്പെടണം, ക്ലാരിറ്റി ഉള്ളവരാകണം. ഇപ്പോൾ ഹൂ കെയർസ് എന്നുള്ളതിന് മറുപടി ആയിട്ടല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഐ ഡു കെയർ. തലമുതിർന്ന നേതാക്കളിൽ രാഹുലിനെ തള്ളി ആദ്യം ഇറങ്ങിയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു. മഹിളാ കോൺഗ്രസിനുള്ളിൽ നിന്ന് പോലും പരാതി ഉയർന്നു. യുവ നേതാവിനെതിരായ പെരുമാറ്റ ദൂഷ്യ പരാതി ഡൽഹിയിൽ അറിഞ്ഞു. രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിനെ നേരിട്ട് പരാതി അറിയിച്ചതോടെ കേരളത്തിലെ പൾസ് ഡൽഹിയിലും ബോധ്യപ്പെട്ടു. ഹൈക്കമാൻഡ് ഇടപെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ നിർദ്ദേശം. ഇതോടെ രാഹുലിന്റെ രാഷ്ട്രീയ ഗോഡ്ഫാദറായ VD സതീഷിന് പോലും തള്ളിപ്പറയേണ്ടി വന്നു. സ്ത്രീ സുരക്ഷാ വിഷയത്തിൽ സംരക്ഷണം ഒരുക്കിയാൽ നാറുമെന്നതിനാൽ കൈവിട്ടു. മെസ്സേജ് അയച്ച കാര്യങ്ങൾ മാത്രമല്ല, അല്ലാത്ത പിന്നീട് പറയപ്പെടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. കർശനമായി പാർട്ടി അത് കൈകാര്യം ചെയ്യും. ഞാൻ പറയല്ല, മുഖം നോക്കാതെ നടപടിയെടുക്കും ആരായാലും. ആദ്യം മൗനം പാലിച്ച KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും രാജിവെച്ചതോടെ രാഹുലിനെതിരെ തിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പേരിൽ അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തകർക്ക് യാതൊരു പ്രയാസവും പാർട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ രാജിവെച്ചു എന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗത്യന്തരമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന് നേതാക്കൾ നൽകിയ ആനുകൂല്യം സ്വയം രാജിവെക്കുക എന്നതായിരുന്നു. അതിനായിരുന്നു അടൂരിലെ വീട്ടിലെ വാർത്താ സമ്മേളനം. രാജിവെച്ച ശേഷവും അത് നിഷേധിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ രാജി പ്രഖ്യാപിച്ചു. 1:30. അപ്പോൾ ഇതുവരെ കൊടുത്ത വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ല. എന്നോടൊരു ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടില്ല. അത് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാനും ചെയ്യാം. ധാർമ്മികത ഉൾക്കൊണ്ട് സമ്മർദ്ദമില്ലാതെ സ്വയം എടുത്ത തീരുമാനമെന്ന് ബോധ്യപ്പെടുത്താനുള്ള നാടകമായിരുന്നു അത്. രാഷ്ട്രീയമായി അടിപതറി തോറ്റു നിൽക്കുമ്പോഴും ഉലഞ്ഞിട്ടില്ലെന്ന് സ്ഥാപിക്കാനുള്ള നാടകം. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.